അതെ തീർച്ചയായും ഞാൻ ഇല്ല ഞാൻ ഒരാളെന്നും ₹1 പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അല്ല ഞാനും അവനായിട്ടുള്ള ഒരു റിലേഷൻ്റെ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം ഞാനൊരു കാശ് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ കാശ് വാങ്ങിച്ച ആളാണെങ്കിൽ ഇത് അവൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും, എല്ലാം എനിക്കറിയാലോ. അങ്ങനെ ഞാൻ അവരടുത്ത് വില പേശിയിട്ട് ഞാൻ അവരടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ആരെങ്കിലും വന്നിട്ട് ഇനിയിപ്പോ LDFന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും എന്നെ വന്ന് കാണുക, ആരും കണ്ടിട്ടില്ല. ഒറ്റ കാര്യം ചോദിച്ചോളൂ, UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചു. എങ്ങനെയാണ് നിങ്ങൾക്ക് LDFന് വോട്ട് ചെയ്യാൻ പ്രേരണ ഉണ്ടായത്? ഒരു പ്രേരണയുടെ പുറത്തും ചെയ്തതല്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ചെറുപ്പം മുതലേ രാഷ്ട്രീയ ഏറ്റവും കൂടുതൽ CPM-നെ എന്റെ നാട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ CPM-നെ എതിർക്കുന്ന ആള് ഞാനാണ്. അതുകൊണ്ടാണ് എന്റെ അടുത്ത് വന്ന ഒരു ബൈ മിസ്റ്റേക്ക് ആണ്. അതിന്റെ അപ്പുറം സ്വാഭാവികമായിട്ടും വൈസ് പ്രസിഡന്റിന് അതിനെന്താ സംഭവിച്ചു വെച്ചാൽ രാവിലെ മുതൽ തന്നെ എന്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനവും എന്റെ കോലം കത്തിക്കലും അതൊക്കെ ബാബു എന്നെ പലതവണ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തിട്ടില്ല. കാരണം ആള് വിളിച്ച് വോയിസ് അയക്കിയത് എനിക്ക് ചെയ്തത്. ഞാൻ തിരിച്ച ആൾക്കും അതേപോലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം. എന്റെ പ്രസ്ഥാനം ഞാനും അവരും തമ്മിൽ ഒരു ഡീലും ഇല്ല. തലേ ദിവസം ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്ന താങ്കൾ പറഞ്ഞു. അങ്ങനത്തെ പിറ്റേ ദിവസം ഒരു മിസ്സിംഗ് വന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു അവിശ്വാസ്യത ട്വിസ്റ്റ് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഒരിക്കലും അതിലേക്കാണ് വരുന്നത്. ഞാൻ സ്വാഭാവികമായിട്ടും തമാശ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഇതിൽക്കൊരു ടെസ്റ്റിലേക്ക് പോകാനോ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പോലും ഞാൻ LDFനെ സപ്പോർട്ട് ചെയ്യാത്ത ആളാണ്. കാരണം KP നഫീസ എന്ന് പറയുന്ന ആള് അവരായിട്ട് ഞാനും മാനസികമായിട്ട് വലിയ സുഖത്തിലല്ല. പിന്നെ ഞാൻ തെരഞ്ഞെടുപ്പാണ്, അതായത് അത്രയ്ക്ക് നിർണായകമാണ്. ഒരു സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എല്ലാ അംഗങ്ങളും അത്രയ്ക്കും സൂക്ഷിച്ചായിരിക്കും വോട്ട് ചെയ്യുക. നിങ്ങൾ ഇത്രയും വർഷമായുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അപ്പൊ ഇത് നോക്കി ചെയ്യാൻ പോലും അറിയാത്ത ആളാണോ താങ്കൾ? അത് പറഞ്ഞല്ലോ, മനുഷ്യനാണ്. എന്റെ അടുത്ത് തെറ്റുപറ്റി. ഒരു ഘടകമില്ല. എന്നെ ആരും എന്നെ പ്രലോഭനത്തിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാഗ്ദാനത്തിലോ ഞാൻ പറയുന്നു ₹1 പോലും ഞാൻ ഒരാളെ മേടിച്ചിട്ടില്ല. അധ്യാപകനാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ല, ഞാനിപ്പോ ഭവൻസിലില്ല കേട്ടോ. അതായത് നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഒരു വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം അതാ പറഞ്ഞത്. വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ വിജിലൻസ് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏത് അന്വേഷണത്തോടും ഇനിയിപ്പോ നുണപരിശോധനയ്ക്ക് വേണ്ടി അതാ ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. നുണപരിശോധനയ്ക്ക് വരെ ഞാൻ തയ്യാറാണ്. എന്റെ കയ്യിൽ ഒരു തരത്തിലും എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഒരാളുടെ അടുത്തും ₹1 വാങ്ങിക്കേ അതല്ലെങ്കിൽ അവരൊക്കെ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പോലും സംസാരിച്ചിട്ടില്ല. അങ്ങനെയാണ് ബാബു എന്നെ അതിന് ശേഷമാണ് വിളിച്ചിട്ടുള്ളൂ. അതിന്റെ മുന്നേ നിങ്ങൾക്ക് കോൾ ഹിസ്റ്ററി എടുക്കാലോ, എവിടെ വേണമെങ്കിലും പോവാലോ. LDFന്റെ ഭാഗത്തുനിന്ന് ആരാണോ എന്നെ വിളിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പോ ഇന്നൊന്നും തെളിയിക്കപ്പെടാൻ പറ്റാത്ത കാലമല്ലല്ലോ. നിങ്ങൾക്ക് ഏത് ഹിസ്റ്ററി എന്റെ ഹിസ്റ്ററി വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരാം. നിങ്ങൾ എവിടെ നിന്നാണ് ഹിസ്റ്ററി എടുക്കണമെങ്കിൽ